إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس عباد الله أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനത്തെ വിശ്വാസികൾ പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനും എന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കഴിവിന്റെ പരമാവധി തഖ്വയിൽ വിശുദ്ധമായി നയിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പല സന്ദർഭങ്ങളിലായി പലരോടും യാത്ര ചോദിക്കുന്നവരാണ് നമ്മൾ. ഞാൻ പോവുകയാണ്, ജോലി സ്ഥലത്തേക്കാണെങ്കിൽ സ്കൂളിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടേക്കാണ് ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോയി വരാം, ഞാൻ അങ്ങാടിൽ നിന്ന് പോയി വരാം, ഇനി വന്നിട്ട് കാണാം അല്ലെങ്കിൽ വീണ്ടും കാണാം, ഞങ്ങൾ പോയി വരട്ടെ എന്നിങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരോടും വീട്ടുകാരോടും അതേപോലെ കൂട്ടുകാരോടും ഇപ്രകാരം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ യാത്രകൾ ചിലപ്പോ കേവലം മണിക്കൂറുകൾ മാത്രമാവും, ചിലർക്കത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാവാം, വേറെ ചിലർക്കത് മാസങ്ങളാവാം, മറ്റുള്ളവർക്കത് വർഷങ്ങളാവാം. എന്നാൽ ചിലർക്കെല്ലാം അത് അവസാന യാത്രയാവാം, ഒരിക്കലും മടങ്ങി വരാത്ത, വീട്ടിലേക്ക് ജീവനോടെ എത്താത്ത ജീവിതത്തിന്റെ അന്ത്യയാത്രയാവാം. യാത്ര പോകുന്നവരും അതേപോലെ യാത്ര ആക്കിയവരും അവസാന യാത്രയാണെന്ന് അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അത് അറിഞ്ഞതുമില്ല. ഈ ആഴ്ചയിൽ അഥവാ ഏകദേശം 3-4 ദിവസം മുമ്പ് 3-4 തീയതിക്കായിട്ടുള്ള ഡേറ്റുകളിൽ നാം കേട്ട 2 അപകട വാർത്തകൾ ഏറെ നൊമ്പരമുണ്ടാക്കുന്നവരാണ്. അതോടൊപ്പം അതിനു മുമ്പുണ്ടായ നമ്മുടെ മഹലിലെയും ഒക്കെ ആ വാർത്തകൾ അങ്ങനെ
മദീനയിലും അബുദാബിയിലും വെച്ച് നടന്ന 2 അപകടങ്ങൾ, 10 മരണങ്ങൾ മലപ്പുറം ജില്ലയിലുള്ളതാണ്. ഒന്നിൽ മക്കളെ എത്തിയമാക്കി മാതാപിതാക്കൾ വിട്ടുപിരിഞ്ഞപ്പോൾ, മറ്റൊന്നിൽ മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തി 4 പൊന്നോമനകളുടെ വിടപറച്ചിലായിരുന്നു. അത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീഴ്ചേരി സ്വദേശി അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആ സഹോദരന്റെ കുടുംബം അത് ആക്സിഡന്റ് ആണ്, ലിവറിൽ തട്ടി അങ്ങനെ മരണ ഒരു സംഭവമാണ്. വീട്ടിൽ ജോലിക്കാരി അടക്കം 4 മക്കളാണ് ആ ഒരു വിഷയത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. ആ പൊന്നോമന മക്കൾക്ക് ഉമ്മ കൊടുക്കുന്ന അന്ത്യചുംബനം നൽകിയത് ആശുപത്രി കിടക്കയിൽ വെച്ചാണ്. ഒരു രോഗിയെ കാണിക്കാൻ 4 ജനാസകൾ, അതും നൊന്ത് പ്രസവിച്ച 4 ആൺതരികൾ വീൽചെയറിലെത്തിയാണ് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന പിതാവ് മക്കൾക്ക് ചുംബനം നൽകിയത്. അതോടൊപ്പം തന്നെ 10 വയസ്സുകാരി ഏക സഹോദരി, ആ സഹോദരനെ തനിച്ചാക്കി യാത്രയാവുന്ന 4 ആങ്ങളമാർക്കും അന്ത്യചുംബനം നൽകി യാത്രയാക്കി. വേറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അതെല്ലാം. ഒരുമിച്ച് കളിച്ചു വളർന്നവർ അതേ ഒന്നിച്ച് യാത്രയായി അടുത്ത 4 കുഞ്ഞു കബറുകളിൽ കഴിയേണ്ടി വന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ മേഖലയിലാണ് എത്തിപ്പെടുക എന്ന് നിർവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മദീനയിലെ അപകടം 5 മരണമാണ്. മലപ്പുറം ജില്ലയിലെ വെള്ളില എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ആളുകളാണ് അവർ. നോക്കൂ നിങ്ങള്, അവിടെ ട്രക്കുമായി ഇടിച്ചാണ് ആ അപകടം ഉണ്ടായത്. 2 പെൺകുട്ടികൾ മാത്രം ബാക്കിയായി. 2 പെൺകുട്ടികൾ ബാക്കിയായിക്കൊണ്ടാണ് ആ മരണങ്ങളോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ, അയാള് ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം 4ാമത്തെ ദിവസമാണ് അറ്റാക്ക് വന്നുകൊണ്ട് മരണപ്പെടുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, കുഴിക്കപ്പെടുന്ന ഓരോ ഖബറുകളിലും ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചില വാർത്തകളുണ്ട്, ചില വൃത്താന്തങ്ങളുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആയതിനാൽ നമ്മുടെ യാത്രകളെ ഹൃദയം റബ്ബിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യാത്രയിലെ ഒരു പ്രാർത്ഥന ദുആ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആ ഒരു വിഷയത്തിലൂടെ കടന്നു പോകാൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ഓരോരുത്തരും നന്നായി പഠിക്കണം, പ്രാർത്ഥിക്കണം. വലിയ ആശയം നൽകുന്ന പ്രാർത്ഥനയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതാണ് വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന. ശേഷം എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. اللهم هون علينا سفرنا هذا واكتب عنا بعدا. اللهم انت الصاحب في السفر والخليفة في الأهل. اللهم اني اعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. മാ മുസ്ലിം ധരിക്കുന്ന 1342 ഹദീസിലൂടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് വിശ്വാസികളെ. നോക്കൂ നിങ്ങള്, ഈ പ്രാർത്ഥനയുടെ 10 കാര്യങ്ങളാണ് നമ്മെ ഉണർത്തുന്നത്. അതിൽ ഒന്ന്, അല്ലാഹുവിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്നത് തുടക്കം അങ്ങനെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാഹനത്തിലേക്ക് നമ്മൾ കയറുന്നത്. നോക്കൂ നിങ്ങള്, നമ്മുടെ ശക്തിയേക്കാൾ, നമ്മുടെ വാഹനത്തെക്കാൾ, നമ്മുടെ സംവിധാനങ്ങളെക്കാൾ, നമ്മുടെ ബുദ്ധിയേക്കാൾ അല്ലാഹുവാണ് വലിയവൻ എന്ന പ്രഖ്യാപനം വിശ്വാസികളുടെ ജീവിതത്തില് എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണത്. ഒന്നാമത്തെ കാര്യം, വാഹനത്തെ കണ്ട്, വാഹനത്തെ ഡ്രൈവറെ കണ്ട്, ഇന്നത്തെ ഡ്രൈവർ കുഴപ്പമില്ല, സൂപ്പറാണ്, ആ അടിപൊളിയാണ്, നല്ല കണ്ടീഷനാണ്, നല്ല എന്താ പറയാ ആരോഗ്യത്തിലൊക്കെ ആണെന്ന് വർണ്ണിക്കാറുണ്ട്. വിശ്വാസികളെ നോക്കൂ നിങ്ങള്, പ്രാർത്ഥന പഠിക്കുമ്പോ അതിന്റെ ഗൗരവം മനസ്സിലാവും. അത് രണ്ടാമത്തെ കാര്യം, വാഹനങ്ങൾ അഥവാ സൗകര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ.
സഖറ ലനാ ഹാദാ, ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അതെ, അനവധി വാഹനങ്ങളുണ്ട്. മനുഷ്യന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വാഹനങ്ങളാണെല്ലാം. പക്ഷേ ഒന്നും സ്വന്തമായി അവന്റെ നിയന്ത്രണത്തിലല്ല. നിയന്ത്രണം അല്ലാഹുവിനാണ്. അതേ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. അതാ പറഞ്ഞത്, ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. നോക്കൂ നിങ്ങൾ, ഇത് എത്രമാത്രം കൃത്യമായി പഠിപ്പിച്ചത്. ഖുർആൻ മദ്രസത്തിൽ കാണുന്ന ആശയം, അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ലാഹി ലിയുരിയകും മിൻ ആയാതിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. നോക്കൂ നിങ്ങൾ, കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹം നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ചോദിക്കാണ്. അവന്റെ ദൃഷ്ടാന്തങ്ങൾ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എത്രയാത് ക്ഷമാശീലർക്കും നന്ദിയുള്ളവരുമായ ഏവർക്കും തീർച്ചയായും അതിലെത്തുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന. അതല്ലാതെ പവറോ വാഹനത്തിന്റെ പവറോ അല്ല, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമായി കൊണ്ടാണ് നമ്മെ പഠിപ്പിച്ചത് എന്ന് കൃത്യമായി ആയതോട് നമ്മെ പഠിപ്പിക്കാം. അപ്പൊ വാഹനം എന്നത്, സൗകര്യങ്ങൾ എന്നത് ആ റബ്ബിന്റെ അധീനത്തിലാണ് കിടക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. മൂന്നാമത്തെ ഒരു വിഷയം, മനുഷ്യന്റെ അശക്തി ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്, പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അത് കീഴ്പ്പെടുത്താൻ കഴിവുള്ളവരായിരുന്നില്ല. കണ്ടോ, ഞങ്ങൾ അത് കീഴ്പ്പെടുത്താൻ, ആ വാഹനത്തെ വിലക്കിയെടുക്കാൻ, ആ വാഹനത്തെ ഏറ്റവും നല്ല കൺട്രോളിൽ കൊണ്ടുപോകാൻ കഴിവുള്ളവരായിരുന്നില്ല എന്ന ആ പ്രഖ്യാപനമാണ് കൃത്യമായി അവർ നടത്തുന്നത്. റബ്ബിന്റെ സഹായമില്ലെങ്കിൽ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. ഇണക്കി തന്നത്, നിയന്ത്രണത്തിലാക്കിയത് നമ്മുടെ കഴിവല്ല, റബ്ബ് ഇണക്കിയതിനാൽ. അതേ, മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അവൻ ദുർബലനാണ്. ഖുലിഖൽ ഇൻസാൻ വഖുലിഖൽ ഇൻസാനു ദഈഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംവിധാനിച്ചത് ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. നാലാമത്തേത്, എല്ലാ യാത്രകളുടെയും അന്ത്യം മടക്കയാത്രയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേ, റബ്ബിനാ ലമുൻഖലിബൂനാണ് അടുത്ത വാക്ക് പറയുന്നത്. നിശ്ചയം ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നവരാകുന്നു എന്ന. ആ റബ്ബിലേക്ക് മടങ്ങി ചെല്ലാനുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആ യാത്ര എന്നാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. യാത്ര അവസാനിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് ആവണമെന്നില്ല, മറിച്ച് ചിലപ്പോൾ റബ്ബിങ്കലേക്കായിരിക്കാം. ഓരോ യാത്രയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരലോക യാത്ര അനിവാര്യമാണെന്നുള്ളതാണ്. അതാണ് ഖുർആൻ പല സ്ഥലത്തും ഇലൈഹിൽ മസീർ, ഇലല്ലാഹിൽ മസീർ, ഇലൈഹി തുർജഊൻ, ഇലല്ലാഹി തുർജഉൽ ഉമൂർ. അതേ, വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ വനരിസുഹു മാ യഖൂലു വയതിനാ ഫർദ. ഒറ്റക്കൊറ്റക്കാണ് ആ റബ്ബിലേക്കാണ് നമ്മൾ മടങ്ങി ചെല്ലാനുള്ളത്. അവരിലേക്കാണ് നിങ്ങളുടെ മടക്കം, നിങ്ങളുടെ അന്ത്യം അവനിലേക്കാണ്, നിങ്ങളുടെ പര്യവസാനം അവനിലേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ ആയത്തിന്റെ അവസാനത്തിൽ ഈ പ്രയോഗം കാണാൻ സാധിക്കും. ഇലൈഹിൽ മസീർ, ഇലൈക്കൽ മസീർ, ഇലല്ലാഹിൽ മസീർ, ഇലൈഹി തുർജഊൻ, ലഅല്ലകും തുർജഊൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൃത്യമായി പഠിപ്പിക്കുന്ന ആശയങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം നാലാമത്തെ ഒരു കാര്യം, യാത്രക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചോദിക്കണം. എന്താ? അൽബിർ വത്തഖ്വ, നന്മയും തഖ്വ, ദൈവഭയം, അല്ലാഹുവിനെ പേടി. യാത്രകൾ നന്മയിലേക്കും തിന്മയിലേക്കും, അതേപോലെ നന്മ നിറഞ്ഞതും തിന്മ നിറഞ്ഞതും ഒക്കെയാവാം. അതുകൊണ്ട് സൂക്ഷിക്കണം, തഖ്വ വേണം. യാത്രയിൽ നിർബന്ധ ഇബാദത്തുകൾ വരെ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമസ്കാരം, അതേപോലെ തന്നെ തിന്മകൾ വരാം, ലഹരി മോശനങ്ങൾ വരാം, അനാവശ്യങ്ങൾ കാണാം. എല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ യാത്ര ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അൽബിർ വത്തഖ്വ, ബിർറും തഖ്വയും ചോദിക്കണം. യാത്രയിലെ എല്ലാ തോന്നാസങ്ങൾക്കും ലൈസൻസ് കൊടുക്കാനല്ല. അതേ, പ്രത്യേകിച്ച് ടൂർ പോവുകയാണെങ്കിലൊക്കെ ആ പോകുന്ന വാഹനത്തില് എല്ലാ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഗമനീയമാക്കി അലങ്കരിച്ച് അതിനൊട്ട് പാട്ട് കൊടുത്ത് അതിൽ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന, കുട്ടികൾ മാത്രമല്ല വലിയവരുടെ ഡാൻസ് കളിക്കുന്ന, അതിനൊട്ട് താഴത്തും തുള്ളി കളിക്കുന്ന രംഗങ്ങൾ വരെ കാണാൻ സാധിക്കും. അതേ, തഖ്വയും
വെറും നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന ദുരന്തങ്ങള് അവിടങ്ങളിലേക്കാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആറാമത്തെ ഒരു കാര്യം, അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കഴിവിനെയും ചോദിക്കണം. അവിടെയാണ് ഓ മിനൽ അമലി മാ തർദ. ആ പ്രാർത്ഥന വാക്ക് എങ്ങനെയാണ്? ഓ മിനൽ അമലി മാ തർദ, നീ തൃപ്തിപ്പെടുന്ന കർമ്മം ചെയ്യാനുള്ള കഴിവും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്നാണ് ആ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത്. അപ്പൊ യാത്രകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അനവധി കർമ്മങ്ങൾ ചെയ്യാം, നന്മ കൽപ്പിക്കാം, തിന്മ വിരോധിക്കാം, ഖുർആൻ പാരായണം ചെയ്യാം, ദിക്റുകൾ ചെയ്യാം, ദുആ നിർവഹിക്കാം. അത് എന്താ കാരണം? യാത്രക്കാരന്റെ ഒരു മൂന്ന് പ്രാർത്ഥന എന്താ? യാത്രക്കാരന്റെ പ്രാർത്ഥന, വേഗം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന, സമയമാണ്, സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനകൾ, ആ യാത്രകളില് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അനവധി കർമ്മങ്ങൾ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് നാം കൃത്യമായി അറിയണം. ഇങ്ങനെയെങ്കിൽ ആ യാത്ര മഹാ അനുഗ്രഹമായി മാറാൻ സാധിക്കും. അതോടൊപ്പം ഏഴാമത്തെ ഒരു കാര്യം, യാത്രയിലെ പ്രയാസങ്ങൾ ലഘൂകരിക്കണമെന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വഖ്ബി അന്നാ ബുഹുദ. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും അഥവാ ദൂരം എളുപ്പത്തിൽ മറികടക്കാൻ ഉതകും വിധം ദീർഘമായതിനെ ചുരുക്കി തരികയും ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വഖ്ബി അന്നാ ബുഹുദ. ദൂരം കുറക്കാൻ, ദീർഘമായ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള പ്രാർത്ഥനയാണ്. ക്ഷീണമുണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം, വൈകല്യങ്ങൾ വരാം, അപകടങ്ങൾ വരാം, എല്ലാം ഒഴിവാക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. കാരണം വിഷമിച്ചാൽ, ക്ഷീണം തോന്നിയാൽ യാത്ര ദൈർഘ്യം നമുക്ക് കൂടിപ്പെടുന്നതായി തോന്നും. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് പഠിപ്പിച്ചു. എട്ടാമത്തത്, അല്ലാഹുവാണ് യാത്രയിലെ കൂട്ടുകാരൻ, നമ്മുടെ സഹചാരി അല്ലാഹുവാണ്. അതാണ് ആ പ്രാർത്ഥന പറയുന്നത്. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്. മനുഷ്യർ യാത്രയിൽ അന്വേഷിക്കുന്ന ഒന്നാമത് കൂട്ടുകാരൻ എന്നത്. എന്നാൽ റബ്ബിനെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചാൽ ആഴമേറിയ ആശയങ്ങളുണ്ട് ഈ വാക്യങ്ങൾക്ക്. എന്താ നോക്കുന്നത്? കാരണം മനുഷ്യൻ കൂട്ടുകാരന്റെ പരിമിതിയുണ്ട്. മനുഷ്യന്റെ കൂട്ടുകാർക്ക് പരിമിതിയുണ്ട്. അപകടം വന്നാൽ രക്ഷിക്കുവാൻ കഴിയണമെന്നില്ല. ഉറക്കം, ക്ഷീണം, ഭയം എല്ലാ മനുഷ്യരിലുണ്ട്. എന്നാൽ റബ്ബ് അങ്ങനെയല്ല. ഉറങ്ങാത്ത, വിട്ടുപോകാത്ത, വഴി തെറ്റാത്ത കൂട്ടുകാരനാണ്. ഒറ്റക്കുള്ള പരലോക യാത്രയിലും കൂടെ ഉണ്ടാവേണ്ടതും ആ റബ്ബിന്റെ സഹായമാണ്. ആ റബ്ബ് നമ്മോട്, നമ്മുടെ കണ്ടകാലിയേക്കാൾ ഏറ്റവും അടുത്തവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നമ്മൾ കൂട്ടുകാരനായി സ്വീകരിക്കണം. നമ്മളെ കൂടെ കൂട്ടുകാരുണ്ടാവാം, പക്ഷെ ആ കൂട്ടുകാരനെ കൊണ്ട് പല ശല്യങ്ങളും പല പ്രയാസങ്ങളും നമുക്ക് സംഭവിച്ചേക്കാം, പല ബുദ്ധിമുട്ടുകളും സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ പല മോശമായ പെരുമാറ്റം സംഭവിച്ചേക്കാം. യഥാർത്ഥ കൂട്ടുകാരനായ അല്ലാഹുവിനെ തിരഞ്ഞെടുക്കുമ്പോഴോ ആ യാത്രയിൽ നമുക്കുണ്ടാകുന്നത് അനുഭൂതികളായിരിക്കും, അതേപോലെ തന്നെ സൗകര്യങ്ങളായിരിക്കും മനസ്സിലാക്കണം. ഒൻപതാമത്തെ കാര്യം, വീട്ടുകാരുടെ സംരക്ഷണമാണ്. കുടുംബത്തിൽ പകരമുള്ളവൻ നീയാണ് പടച്ചോനെ. എന്റെ കുടുംബത്തിൽ പകരക്കാരൻ നീയാണ് പടച്ചോനെ. എന്റെ കൂട്ടുകാരനും എന്റെ കുടുംബത്തിലെ കൂട്ടുകാരൻ നീയാണ് പടച്ചോനെ എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങള്, സമാധാനത്തിന്റെ വാക്കാണത്. ഞാൻ അകലുമ്പോൾ പകരക്കാരനും കാവൽക്കാരനും നീയാണ് പടച്ചോനെ. മനുഷ്യന്റെ പ്രത്യേകത, ശരീരം യാത്രയിലാണെങ്കിൽ മനസ്സ് പലപ്പോഴും വീട്ടിലേക്കായിരിക്കും, വീട്ടുകാരെ കുറിച്ചായിരിക്കും, സമ്പത്തിനെ കുറിച്ചായിരിക്കും. എല്ലാം അവശേഷിപ്പിച്ചാണ് യാത്ര, എല്ലാം വിട്ടേച്ചുകൊണ്ടാണ് യാത്ര. എന്നാൽ റബ്ബിനെ ഏൽപ്പിച്ചു പോവുകയാണെങ്കിലോ കുടുംബം സുരക്ഷ അത് കൂട്ടുകളിലല്ല, മറിച്ച് തവക്കുലിലാണ്. അത് വാതിൽ പൊട്ടാം, ആളെ വെക്കാം, ഫോൺ വിളിക്കാം, പക്ഷേ എല്ലാ നിമിഷവും കാവൽ നിൽക്കാൻ മനുഷ്യന് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വാക്ക് വിടവാങ്ങലിന്റെ ഒരു പരിശീലനം കൂടിയാണ്. ഈ വാക്ക് വിടവാങ്ങലിന്റെ ഒരു പരിശീലനം കൂടിയാണ്. എന്റെ കുടുംബത്തിലും എന്നിലും കാവൽക്കാരൻ അല്ല കൂട്ടുകാരൻ നീയാണ് പടച്ചതെന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു വാക്കാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ വളരെ പ്രധാനമായി കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാം. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واقض عنا بعده
اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنكر في المال والأهل എന്നാണ് ആ പ്രാർത്ഥന. യാത്രകൾ സ്വീകരിക്കേണ്ട, ഉപയോഗപ്പെടുത്തേണ്ട ദീർഘമായ യാത്രയാണെങ്കിലും ചെറിയ യാത്രയാണെങ്കിലും ഒരു ഒരാളെ യാത്രയാണെങ്കിലും അങ്ങാടിയിലേക്കാണെങ്കിലും ഒക്കെ വിശ്വാസികളെ നാം നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നാം കൃത്യമായി മനസ്സിലാക്കുക. അല്ല എങ്കിൽ ദുരന്തങ്ങളാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോയവരാ, ഒരു മാസമായി പോയിട്ടുള്ളൂ, നാളെ തിരിച്ചു വരാൻ നിന്നവരാ, അത് ഗൾഫിൽ വന്നവനാ, യാത്ര എയർപോർട്ടിൽ എത്തിയിട്ടുള്ളൂ, അയാൾ കുറഞ്ഞു മരിക്കുകയാണ്. നോക്കൂ വിശ്വാസികളെ, പ്രാർത്ഥനകളാണ് ഇവിടെ ആയിരമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന അനർത്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ 10 മരണത്തെ കുറിച്ച് കേൾക്കുമ്പോ അതേ എത്തിമാക്കിയ മക്കളെയും അതേപോലെ തന്നെ മാതാപിതാക്കളെ ഇട്ടേച്ചുകൊണ്ട് മക്കളും കടന്നു പോകുമ്പോ മാതാപിതാക്കൾ തിരിച്ച് കടന്നു പോകുമ്പോ വല്ലാത്ത രംഗമാണ് കടന്നു പോകുന്നത്. അല്ലാഹുവിനെല്ലാം മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളെ, നോക്കൂ നിങ്ങളെ, നമ്മുടെ ജീവിതത്തില് ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ഏത് നിമിഷത്തിലാണ് നമ്മൾ കടന്നു പോവുക നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തില് വളരെ പ്രധാനമാണ് ഓരോ ഘട്ടങ്ങളിലുമുള്ള പ്രാർത്ഥനകള് വളരെ സുപ്രധാനമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വല്ലാത്തൊരു പൊരുളുണ്ട് എന്നത് നമുക്ക് അറിയേണ്ടതാണ്. കാരണം യാത്ര പോയി തിരിച്ചെത്തി നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഓരോ വരികളും നമ്മെ കുറിച്ചു കൊടുക്കുന്ന വല്ലാത്ത അർത്ഥവത്തായ ചില വരികളാണ് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥന പഠിക്കാനുമുള്ള ഒരു മനസ്സും വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ആ പ്രാർത്ഥന കയ്യിൽ മൊബൈൽ വെക്കാനോ, വായത്ത് കയറുമ്പോ ആ മൊബൈൽ ഓപ്പൺ ആയിക്കൂടെ തുറന്നപ്പോ ചൊല്ലാലോ, പണം പഠിച്ചില്ലെങ്കിലും അങ്ങനെ ചൊല്ലാം. അങ്ങനെ 10 തവണ ആവർത്തിക്കുമ്പോ അത് നമുക്ക് സ്വാഭാവികമായിക്കൊണ്ട് പിന്നെ മനഃപ്പാടത്തിലേക്ക് എത്തും. അതിന്റെ അർത്ഥത്തിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഓരോ യാത്രകളും ഒരുപാട് മെസ്സേജുകള്, സന്ദേശങ്ങള്, ചില ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച ഇത്തരം അധ്യാപനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികൾ, മുത്തഖീകൾ, മുഅ്മിനുകൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസ്രികും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക വിശ്വാസികളെ. അതിൽ പറഞ്ഞ 10ാമത്തെ ഒരു കാര്യം, യാത്രയിലെ 3 വലിയ ഫലങ്ങളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു വരികളാണ് അതിന്റെ അവസാന പ്രവർത്തികൾ. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. അല്ലാഹുവേ, യാത്രാ ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോശമായ കാഴ്ചകളിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്ത് നിറഞ്ഞ അനന്തരഫലം ഉണ്ടാക്കുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന വല്ലാത്ത പ്രാർത്ഥനയുണ്ട്. ആശയങ്ങളില്ലാത്ത ഗാംഭീര്യം ഉണ്ടാകുന്ന എന്റെ മകൾക്ക് യാത്രാ ക്ലേശങ്ങള്, പ്രയാസങ്ങള് ഒരുപാട് പേരും ദീർഘമായി തോന്നാം. അതിനൊക്കെ ചുരുക്കം. അതേപോലെ വലിയ തടസ്സങ്ങൾ, മറ്റു പ്രശ്നങ്ങള് എല്ലാത്തിനും ഒരു രക്ഷയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ മോശമായ കാഴ്ചകള്, അപകടങ്ങളാവാം, ദുരന്തങ്ങളാവാം, മറ്റു പല പ്രശ്നങ്ങളൊക്കെ ആവാം. അതോടൊപ്പം കുടുംബത്തിലും സമ്പത്തിലും വല്ല വിപത്തും വന്ന് നിറഞ്ഞു നിൽക്കുന്ന അതുപോലെ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങള്. ചിലപ്പോൾ നമ്മൾ യാത്രയിലായിരിക്കാം, പല സ്ഥലത്തായിരിക്കാം, വീട്ടിൽ പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം.
ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് അടിവരക്ക് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ സഫർ എന്ന് പറയുമ്പോ യാത്രയുടെ കഠിനത, ക്ഷീണം, ബുദ്ധിമുട്ട്, രോഗങ്ങള്, അപകടങ്ങള്, വൈകല്യങ്ങള് ഒക്കെയാവാം. അതേപോലെ തന്നെ ഹൃദയം തകർക്കുന്ന കാഴ്ചകള്, ദുഃഖവാർത്തകള്, അപകട ദൃശ്യങ്ങള്, മരണം, ലക്ഷ്യസ്ഥാനത്ത് പ്രതീക്ഷിക്കാത്ത എത്തുന്ന ദുരിതങ്ങള്, ദൂരങ്ങളും ഒക്കെ വരാലോ. അതേപോലെ തന്നെ മടങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന ദോഷകരമായ ഫലങ്ങള്, അതെന്താ, ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം, കുടുംബ പ്രശ്നങ്ങൾ വന്നേക്കാം, സമ്പത്ത് നഷ്ടപ്പെട്ട് മടങ്ങി വന്നേക്കാം, നമ്മുടെ ഈമാൻ ദുർബലമായി മടങ്ങി വന്നേക്കാം. അതിനെല്ലാം ഉള്ള രക്ഷയും കാവലുമാണ് നമ്മൾ അവിടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാത്ര സുരക്ഷിതമായി പോവുക മാത്രമല്ല, സുരക്ഷിതമായി മടങ്ങി വരിക എന്നതുമാണ് നമ്മുടെ യഥാർത്ഥ വിജയം എന്നത് നാം തിരിച്ചറിയുകയും ഈ പ്രാർത്ഥന അന്വർത്ഥമാക്കാൻ നാം ശ്രദ്ധിക്കുകയും ശീലിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഓരോ സന്ദർഭത്തിലെയും പ്രാർത്ഥനകള് നാം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ കാവ്യം എന്താണ് എന്ന് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ഗൗരവം. അത് ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ എന്താ പറയാ, ഗൗരവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാർത്ഥനകൾ പഠിക്കുകയും ഉപയോഗപ്പെടുത്തുകയും നാം ചെയ്യുക. കാരണം നിത്യവും പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലുമൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നവരാണ്, യാത്ര പോകുന്നവരാണ്, ദീർഘമായ യാത്രകളാണ്, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെയാവാം. അതുകൊണ്ട് ആ യാത്രകളിലെല്ലാം സുഖമായി ഒരു യാത്ര ഒരാൾ ചോദിക്കുമ്പോ ആ യാത്ര പറയുന്നവനോട് അങ്ങോട്ടൊരു മറുപടി ഉണ്ട്. അത് പറഞ്ഞ യാത്ര പോകുന്ന ആൾക്ക് ഇങ്ങോട്ടൊരു മറുപടി ഉണ്ട്, അങ്ങോട്ടും കൂടെ ഇജാബത്തുണ്ട്. നോക്കൂ നിങ്ങള്, അങ്ങനെ തുടങ്ങുന്ന യാത്രാ മര്യാദകള് എപ്പാടും പഠിപ്പിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങള്, അതേപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം വേളകൾ വളരെ ഗൗരവമായി ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥന നമ്മൾ പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ കുടുംബവും അതൊക്കെ സുരക്ഷിതമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖല, അഥവാ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ഒരു വഴിയുണ്ട്. ഒരു ദിവസത്തില് അല്ലെങ്കിൽ ആഴ്ചയില് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ വീട്ടിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഇരുന്നിട്ട് ഒരു പ്രാർത്ഥന, ഒരു ആയത്ത് പഠിക്കാൻ അവസരം കണ്ടുവെക്കാൻ ആ വീട്ടിൽ കിട്ടുന്ന റഹ്മത്തും ബറക്കത്തും എത്ര. അതോടൊപ്പം നമുക്കത് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടവരാണ്. അല്ലാഹുവിന്റെ എപ്പാടും അനുഗ്രഹങ്ങള് ആവോളം ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് കൊടുക്കേണ്ടത്, അല്ലാഹുവിന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതിന് വിസ്മരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ചിലപ്പോൾ അവന്റെ കച്ചവടത്തിലോ അവന്റെ മറ്റ് ബിസിനസ് രംഗങ്ങളിലോ അവന്റെ മറ്റ് മേഖലകളിലൊക്കെ നല്ല ഉയർച്ചയും വളർച്ചയും കാണുമ്പോ സ്വാഭാവികമായി കൊണ്ട് ചില ആളുകള് നമസ്കാരങ്ങളോട് വിട പറയുന്ന ഒരു കാഴ്ച, നമസ്കാരത്തോട് വിട പറയുന്ന ഒരു കാഴ്ച, അഥവാ തോന്നുന്ന നമസ്കരിക്കുന്ന അവസ്ഥ, ജമാഅത്തിൽ പങ്കെടുക്കാതെ ചിലപ്പോ വൈകുന്നേരം വീട്ടിലേക്ക് 10 മണിക്കൂർ എത്തിയിട്ടുണ്ടാവും. എന്നിട്ടും സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർ എത്ര ആളുകൾ നമ്മുടെ മഹലില് ആലോചിച്ചെടുക്കുന്ന വിഷയമത്. പക്ഷെ അതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് അന്നാക്കി ഇല്ലാതാക്കാൻ ഒരു പ്രയാസമില്ല. കാരണം മുതലാളിയുടെ വ്യക്തികൾ പഠിച്ചവരാണല്ലോ, മനസ്സിലാക്കേണ്ട ചരിത്രമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ യാത്രകളും നമ്മുടെ ഓരോ മേഖലകളും അത് അടിവരട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എപ്പോഴാണ് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വരുത്തി വെക്കുക എന്നത് നമുക്ക് ആർക്കും നിർവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് കിട്ടിയ ആ പത്രാസും അല്ലെങ്കിൽ പ്രൗഢിയിലും അന്തസ്സിലും ഒക്കെ നമ്മൾ അഹങ്കരിക്കേണ്ടവരല്ല, വിനയം കൂടുതൽ കാണിക്കേണ്ടവരാ, വിനയാന്വിതരായി നിൽക്കേണ്ടവരാ. എത്രമാത്രം സമ്പത്ത് നമുക്ക് കുമിഞ്ഞു കൂടിയാലും, എത്രമാത്രം സൗകര്യങ്ങൾ ആർഭാടങ്ങളും അതേപോലെ തന്നെ ആസ്വാദനങ്ങൾ ഉണ്ടായാലും തന്റെ റബ്ബിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു നൃത്തമാണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ അത് ഉണ്ടാക്കി വെക്കുന്ന ദുരിതങ്ങള് കുറച്ചൊന്നുമല്ല. അനുഭവങ്ങളുണ്ട്. കോടികൾ വരുമാനമായി കടന്നു വന്ന അവസ്ഥാനം
ഇപ്പോൾ വാടക വീട്ടിൽ വരെ താമസിക്കുന്ന ആളുകൾ കളിച്ചായിരിക്കും. വാടക വീട്ടിൽ വരെ താമസിക്കുന്ന ആളുകൾ നല്ല സമ്പത്തിന്റെ ഉടമയായിരുന്നു, നല്ല റോഡ് സൗകര്യം ഉണ്ടായിരുന്നു, നല്ല കച്ചവട ബിസിനസ് മേഖല ഉണ്ടായിരുന്നു, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അത് വളരെ എന്താ പറയാ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കി അതിലൂടെ സമ്പന്നനാകാൻ ശ്രമിച്ച് എല്ലാ മേഖല സജീവമായ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ജോലിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പൊരുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ആരോടും ഏറ്റുമുട്ടാൻ കഴിയാത്ത, ആരോടും സംസാരിക്കാൻ കഴിയാത്ത, ആരോടും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കും ഒരു സാഹചര്യത്തിലേക്കും പലപ്പോഴും അല്ലാഹു നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്റെ റബ്ബിനെ വിസ്മരിച്ചു പോയോ, എന്റെ റബ്ബിന് കൊടുക്കാതെ പോയോ, എന്റെ റബ്ബ് വിളിച്ച സമയത്ത് വിളി കേൾക്കാതെ പോയോ, എന്റെ റബ്ബിന്റെ സാന്നിധ്യത്തെ നാം മറന്നുപോയോ, ആ റബ്ബിന്റെ ആഹ്വാനങ്ങളെ വിസ്മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാം ഗൗരവമായി മനസ്സിലാക്കുക, അവിടെ റബ്ബിന്റെ പരീക്ഷണം അതിശക്തമായി കടന്നു വരും എന്നുള്ളത്. അത് ചിലപ്പോൾ അല്ലാഹുവിനെ കൂടുതൽ ഓർക്കുന്നവരെ പരീക്ഷിച്ചേക്കാം. എന്തിനു വേണ്ടിയ ആ പരീക്ഷണത്തിൽ അവൻ എത്ര കണ്ട് വിജയിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാനാ, അതല്ലാതെ അവൻ ബുദ്ധിമുട്ടിക്കാനല്ല. ആ പരീക്ഷണത്തില് എത്രമാത്രം ക്ഷമയുണ്ടെന്ന് പരീക്ഷിക്കാൻ നോക്കൂ നിങ്ങള്. അത് സമ്പത്തായാലും സന്താനങ്ങളായാലും ഒക്കെ അത് തന്നെയാണ്. ആ ഒരു സന്താനങ്ങൾ ഒരാൾ നഷ്ടപ്പെടുമ്പോ ആ നഷ്ടത്തില് അവന്റെ ക്ഷമയും അവന്റെ ആവലത്തില്ലല്ലോ തവക്കുലും എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള മേഖലകളായിരിക്കും പലപ്പോഴും. അത് നല്ലവർ അല്ലാഹു കൂടുതൽ പരീക്ഷിക്കും, വിശ്വാസത്തിൽ പരീക്ഷിക്കും. അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, യൂനുസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടേറെ പ്രവാചകന്മാരാരും മോശക്കാരല്ലോ, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തവരല്ലേ, അള്ളാഹു അവർക്ക് കൊടുത്ത ദർജ നമുക്ക് നന്നായിട്ട് അറിയുന്നവരല്ലേ. എന്നിട്ട് പോലും ആ പ്രവാചകന്മാരെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ നാം വിസ്മരിക്കാൻ പാടില്ല. ആ കിട്ടിയതോടൊപ്പം തന്നെ ആ റബ്ബിനെ കൂടുതൽ അടുക്കാനും ആ റബ്ബിന്റെ കൽപ്പന ശിരസ വഹിക്കാനും അതോടൊപ്പം അല്ലാഹു നമുക്ക് നൽകിയ കർമ്മങ്ങളെ കൃത്യമായി നിർവഹിക്കാനുമുള്ള അവസരമായിക്കൊണ്ടാണ് നാം അതിനെ കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോ സന്ദർഭങ്ങൾ നിർവഹിക്കുന്ന ഓരോ മേഖലയിലെ കാര്യങ്ങളിൽ കൃത്യമായ അധ്യാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മനസ്സിന്റെ ഉടമകൾ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മേഖലകളിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അല്ലാഹു എളുപ്പവും സൗകര്യവും അതേപോലെ തന്നെ അതിലേക്കുള്ള ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മാതാപിതാക്കളുണ്ട്, സന്താനങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, കുടുംബക്കാർ, അയൽവാസികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وصدقاتنا وزكواتنا وتلاوتنا وجميع أعمالنا يا أرحم الراحمين. وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.